ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി തേങ്ങാപ്പാൽ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. നമുക്ക് എല്ലാവരുടെയും വീട്ടിൽ തേങ്ങ എന്തായാലും ഉണ്ടാവില്ല, അപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങാണ് കേട്ടോ. നമ്മളെ പുഡിങ്ങിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ടേസ്റ്റ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു കിഡിലൻ ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പുഡിങ് റെഡിയാക്കാനായിട്ട് ഒന്ന് ചൈന ഗ്രാസ് കുതിർക്കാൻ വേണ്ടി വെക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാനിൽ 8 ഗ്രാം അളവിൽ ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. 8 ഗ്രാം കൂടണ്ട കേട്ടോ, കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇളനീർ പുഡിങ്ങൊക്കെ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് ഈ ഒരു പുഡിങ്. അപ്പോൾ 8 ഗ്രാം കൂടിക്കഴിഞ്ഞാൽ ഒരുപാട് കട്ടിയായിപ്പോൾ, അതുകൊണ്ട് ഈ ഒരു കറക്റ്റ് അളവിൽ എടുത്താൽ മതി. അതുപോലെ ഞാൻ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൽ നിങ്ങൾ മാറ്റം വരുത്തുവാണെങ്കിൽ എല്ലാം അതിനൊക്കെയായിട്ട് ആഡ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഒരു കപ്പിൻ്റെ അടുത്തായിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റോളം ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു അഗർ അല്ല ചൈന ഗ്രാസ്, ഈ ഒരു രീതിയിലുള്ള സ്ട്രിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാനപ്പോൾ ഈ ഒരു ചൈന ഗ്രാസ് എങ്ങനെയാണ് അളവിൽ മുറിച്ചൊക്കെ വെക്കേണ്ടതെന്നും മുറിച്ചിട്ട് എങ്ങനെയൊക്കെ എടുക്കണം എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് മുഴുവൻ ഞാൻ ഇതിന് മുന്നേ പുഡിങ്ങിൻ്റെ വീഡിയോസ് ഇട്ട സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ക്യാരറ്റ് പുഡിങ്ങിൻ്റെ ഒക്കെ വീഡിയോയിൽ. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കണം, കാരണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചൈന ഗ്രാസിൻ്റെ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പുഡിങ് റെഡിയാക്കാനായിട്ട് പാൻ വെച്ച് കൊടുക്കാം. പാനിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ, വെള്ളമൊന്നും ചേർക്കാതെ നല്ല കട്ടിയായിട്ട് അടിച്ചെടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ്, അത് ഒഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓൺ ചെയ്യാതെ വേണം നമ്മൾ ഇൻഗ്രീഡിയൻസ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ തന്നെ നല്ല ഫുൾ ഫാറ്റ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കപ്പ് അളവ് തേങ്ങാപ്പാലിന് 1 കപ്പ് അളവിൽ നോർമൽ പാലും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. ഇതിൻ്റെ മുന്നേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ, ഞാൻ ലിങ്ക് കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നിറയെ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. ഞാനിപ്പോൾ ഒരു പാകത്തിനുള്ള മധുരം ഇതിൽ ചേർക്കുന്നുള്ളൂ. അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ചേർക്കണം കേട്ടോ, അല്ലെങ്കിൽ വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കിയിട്ടൊക്കെ ചേർക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ മറ്റ് ടൈറ്റ് ആവാനുള്ള വേറൊരു തിക്നെസ്സിനുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും ഇതിൽ ചേർക്കുന്നില്ല. നമുക്ക് ചൈന ഗ്രാസ് ചേർത്തിട്ട് വെറും തേങ്ങാപ്പാലും പാലും മാത്രമാണ് നമുക്കിത് തിക്കായിട്ട് വരേണ്ടത്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും, ഒരു പ്രത്യേക, അതുപോലെ തന്നെ കുറച്ചൊരു നല്ല തിക്നെസ്സും ഉണ്ടാവും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ചേർക്കണേ. അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊരു മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ തേങ്ങാപ്പാലിൻ്റെ ഒക്കെ പുഡിങ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്നും പാല് പതപ്പിച്ചെടുത്തിട്ടൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് മാത്രം പതച്ചിട്ട് തിളപ്പിച്ചെടുക്കണം, എങ്കിൽ പാല് പിരിഞ്ഞൊന്നും പോലെ നല്ല കൺസിസ്റ്റൻസി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു തേങ്ങാപ്പാൽ അവിടെ നിന്ന് ചൂടായി തിളച്ച് വരട്ടെ. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഇപ്പോൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു ചൈന ഗ്രാസ് ഞാൻ മുന്നത്തെ പുഡിങ്ങിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മെൽറ്റ് ചെയ്യരുതെന്ന്. നന്നായിട്ട് കൈയെടുക്കാതെ തന്നെ ഇളക്കിയിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മാത്രം മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് നന്നായിട്ട് മെൽട്ടായി വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇടയ്ക്കിടയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, എല്ലാം കട്ട പിടിക്കും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ പാലിൻ്റെ മിക്സ് ഇതുപോലെ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണേ. എന്നിട്ട് ഇപ്പോൾ അത്യാവശ്യം ചൂടായി വരാൻ തുടങ്ങിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരണം കേട്ടോ.
അതുപോലെ തന്നെ നമ്മൾ ചൈന ഗ്രാസ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ഇതുപോലെ തന്നെ ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാനൊരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഉപ്പ് സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കണേ, കാരണം ഇങ്ങനെ ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പുഡിങ്ങിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഏതാണ്ട് തിളച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ, ഒരുപാട് തിളച്ച് വരണ്ടേ, തേങ്ങാപ്പാലാണ്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ചെറുതായിട്ട് തിളച്ച് വരണം. ഇപ്പോൾ ഏതാണ്ട് ഇപ്പം കണ്ടില്ല, ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ചൈന ഗ്രാസ് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ചൈന ഗ്രാസ് ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്താൽ കൈയെടുക്കാതെ നന്നായിട്ട് തേങ്ങാപ്പാൽ മിക്സും ചൈന ഗ്രാസും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ, കൈയെടുക്കാതെ തന്നെ. എങ്കിലും അല്ലാതെ ചൈന ഗ്രാസ് ഒഴിച്ച ഭാഗത്ത് മാത്രം കട്ട പിടിച്ച് നിൽക്കൂ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചൈന ഗ്രാസ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് ചെറുതായിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളച്ചെടുക്കാം കേട്ടോ. ചെറുതായിട്ട് മതി, ഒരുപാട് സമയം തിളപ്പിച്ചെടുക്കണം. ഒരു 1-2 മിനിറ്റ് മാത്രം മതി. ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഈ ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. അതുപോലെ തന്നെ പുഡിങ്, ഈ ഒരു തേങ്ങാപ്പാലിൻ്റെ മിക്സുള്ള പുഡിങ് എപ്പോഴും അരിച്ചെടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ ട്രേയിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. കാരണം തേങ്ങാപ്പാലൊക്കെ അല്ലേ, അപ്പോൾ ഒന്ന് അരിച്ചെടുത്ത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലതായിരിക്കും. അപ്പോൾ അവിടെ ഇവിടെ ഒന്നും കട്ട പിടിച്ച ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല, നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് മുഴുവനായിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പം ഞാൻ മുഴുവനായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഗ്ലാസിൻ്റെ ട്രേ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, സ്റ്റീൽ പ്ലേറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് ചൂടോടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ പകുതി മാത്രമേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ബാക്കി ഞാൻ വേറൊരു രീതിയിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ട് രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനൊരു വേറൊരു രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ട്രേ ഉണ്ടെങ്കിൽ അതിലോ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പാർട്ടിക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടൊക്കെ ഈ പുഡിങ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു രീതിയിലാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ഒരു റാപ്പിംഗ് പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിവിടെ നിൽക്കട്ടെ. എന്നിട്ട് ഒരു അരമണിക്കൂറോളം എന്തായാലും ചൂട് തണിയാൻ വേണ്ടി വരും. എന്നിട്ട് നമുക്കിത് ചൂട് തണിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ചൂട് തണുത്തതിന് ശേഷം നമുക്കിത് 2.5 മണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കണ്ട കേട്ടോ, താല് മാത്രം വെച്ച് കൊടുക്കുക, എങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും തണുത്തിട്ട് കഴിക്കാനായിട്ട്. ഇപ്പോൾ 2.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നില്ലേ. ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് എടുത്താൽ മതി കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന്. നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഡെക്കറേഷൻസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പിസ്ത ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ചെയ്യാം കേട്ടോ. ഞാനൊന്ന് ഈ ഒരു രീതി ചെയ്യുന്നേ ഉള്ളൂ. നമുക്ക് പാർട്ടിക്കൊക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു രീതി ചെയ്ത് കൊടുത്ത് നല്ല കാണാനായിട്ട് ഒരു ഭംഗി ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. വീട്ടിൽ ചെയ്യുന്ന സമയത്ത് ഒന്നും നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല. അതുപോലെ തന്നെ ബദാമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്താലും മതി, ഏത് രീതിയിലാണോ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റും ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം, ഏത് മോഡലാണ് ചെയ്യുന്നത് ആ ഒരു രീതി ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലുള്ളത് ഞാൻ ഈ ഒരു രീതിയിലൊന്ന് എടുത്തിട്ട് കാണിച്ചിട്ട് ഒന്ന് കത്തിയോ ഒരു സ്പൂണൊക്കെ വെച്ച് സൈഡൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. എന്തായാലും ഒട്ടിപ്പിടിക്കൊന്നുമില്ല, എന്നാലും നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് കമഴ്ത്തി വെച്ചിട്ട് എടുത്തിട്ട്. അപ്പോൾ ഞാനൊരു വേറെ പ്ലേറ്റ് ഇതിൻ്റെ അടിയിലായിട്ട് വെച്ച് കൊടുത്തിട്ട് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ എടുത്തു കൊടുക്കാം. നല്ല സോഫ്റ്റായിട്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ ഇനി ഞാൻ ഇതൊരു വേറെ രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കാണിച്ചിരുന്നുണ്ട്, വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ പാർട്ടിക്കൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഇതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പിസ്ത ഇതുപോലെ കുറച്ചൊന്ന് ഇതിനെ റോൾ ചെയ്ത് ആദ്യം തന്നെ എടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ അടിയിലും മുകളിലായിട്ടും വേണ്ട, ഇതുപോലെ ഒന്ന് സൈഡിലൊക്കെ റോൾ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കാം. പിസ്ത ആകുമ്പോൾ നല്ലൊരു ഗ്രീൻ കളറൊക്കെ ആകുമ്പോൾ ഈ വൈറ്റിൽ നല്ലൊരു ഭംഗി കൊടുക്കുക, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് നമുക്ക് ഞാൻ ഇതൊരു പ്ലേറ്റിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം, ഒന്ന് റോളായിട്ട്, അതിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു രീതിയിൽ തിക്നെസ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം കേട്ടോ.
കണ്ടില്ല, കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയില്ല കാണാനായിട്ട്. അതിനെ ഞാൻ പറഞ്ഞത്. അപ്പോൾ പാർട്ടിക്കൊക്കെ വെക്കാൻ നമുക്ക് ഈ ഒരു രീതി ചെയ്യാം. വീട്ടിൽ ചെയ്യുന്ന സമയത്ത് ഒട്ടും നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് താല്പര്യം അതിനനുസരിച്ച് കഴിക്കാം. നല്ല ഭംഗിയില്ല ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന സമയത്ത്. ഒരു വെറൈറ്റി ആയിട്ട് ആൾക്ക് തോന്നുമല്ലോ, നമുക്കൊരു ഫംഗ്ഷനൊക്കെ വീട്ടിൽ വെച്ച് കൊടുത്താൽ. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ, ഒന്ന് കാണിച്ചു തന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാനുള്ള കാര്യം മറക്കരുതേ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.